ഇന്ത്യയിൽ 146 കോടി ജനങ്ങളുണ്ട്. അതിൽ രാഹുൽ ഈശ്വർ മാത്രമാണ് നിങ്ങളോട് ഈ വിഷയത്തിൽ സത്യം പറയുന്നത്. അത് ഇന്ത്യയുടെ കൊടിയുടെ നിറങ്ങളെ കുറിച്ചാണ്. നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചത് തെറ്റാണ്, നമ്മുടെ അധ്യാപകർ പറഞ്ഞത് തെറ്റാണ്, മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണ്, വലതുപക്ഷക്കാർ പറയുന്നത് തെറ്റാണ്. ഇന്നാണ് ഏപ്രിൽ 13, 1921. ഇന്നേക്ക് 104 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി ഈ ഫ്ലാഗിന്റെ കളർ കോഡ് ഡിസൈൻ ചെയ്യുന്നത് പിങ്കാളി വെങ്കയ്യോടൊപ്പം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. ഇതാണ് ഈ ഫ്ലാഗിന്റെ യാഥാർത്ഥ്യം. ഇന്ന് അതിന്റെ 104 വർഷം തികയുകയാണ്. മഹാത്മാഗാന്ധിയുടെ എക്സാക്ട് കോട്ടും എന്താണ് മഹാത്മാഗാന്ധി എന്ന് എഴുതിയിരുന്നതും തുടങ്ങിയത് ഈ ഫ്ലാഗിലൂടെ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏപ്രിൽ 13, 1921, യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. ഇത് കേൾക്കുന്നത് ടോൺ, അതായത് ആലങ്കാരികമായിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഈ സിനിമയൊക്കെ ഉപയോഗിച്ച് പറയുന്നതിന്റെ റീസൺ വരും തലമുറകളൊക്കെ കൂടുതൽ ഇത് ശ്രദ്ധിക്കണം, പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഞാനിത് പറയുമ്പോൾ എന്നെ എല്ലാ പക്ഷങ്ങളും ഒരുപോലെ ആക്രമിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് ഹിന്ദുത്വവാദികളും മുസ്ലിങ്ങളും ഇസ്ലാമിസ്റ്റുകളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മതേതരവാദികളും മതസൗഹാർദ്ദവാദികളും കോൺഗ്രസും BJPയും കമ്മ്യൂണിസ്റ്റും എല്ലാവരും എന്നെ ഒരേപോലെ എതിർക്കുന്നതും ട്രോളുന്നതും കളിയാക്കുന്നതും വിമർശിക്കുന്നതും ഞാൻ ഈ ഫ്ലാഗ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആണെന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് പറയുമ്പോൾ നിങ്ങളിത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ഈ ടോണിൽ കേൾക്കണം. അതായത് എനിക്ക് ആ ടോണിൽ പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഈ ടോണിൽ കേൾക്കണമെന്ന് പറയുന്നത്. ഈ ടോണി കേൾക്കണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇത്ര സിമ്പിളും പ്ലെയിനുമായൊരു സത്യം നമ്മളെ മറച്ചു വെച്ചിട്ടാണ് ഈ മതേതരത്വം ഉണ്ടാക്കാൻ നോക്കുന്നത്. നിങ്ങളിൽ പലരും അറിയുമ്പോൾ അത്ഭുതപ്പെടും. ഈ ഡയലോഗാണ് എമ്പുരാനിൽ കട്ട് ചെയ്യാൻ പറഞ്ഞ ഏക ഡയലോഗ്. സെൻസർ ബോർഡ്, രണ്ടാമതല്ല, ആദ്യം സെൻസർ ബോർഡ് 2 കാര്യങ്ങളെ കട്ട് ചെയ്യാൻ പറഞ്ഞുള്ളൂ. ഒന്ന് സ്ത്രീയോടുള്ള ആ റേപ്പ് സീനിന്റെ സാധനം, 2 ഈ ഒരു അറ്റ ഡയലോഗ്, നമ്മുടെ ബാബു ബജറംഗി മുന്നയോട് പറയുന്ന ഈ ഡയലോഗ് മാത്രമാണ് എമ്പുരാനിൽ കട്ട് ചെയ്യാൻ പറയുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം. അതിൽ ബാബു ബജറംഗി മുന്നോട് പറയുന്നുണ്ട് എനിക്ക് പച്ച ഇഷ്ടമല്ല. ഇത് പിന്നീട് മാറ്റി, ഇത് മാത്രമാണ് സെൻസർ ബോർഡിൽ നിന്ന് കട്ട് ചെയ്യാൻ പറയും. മഹാത്മാഗാന്ധിയുടെ ആ എക്സാക്ട് കോട്ട് വായിക്കാം. രാഹുൽ ഈശ്വറിന്റെ അല്ല, സാക്ഷാൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എക്സാക്ട് കൊട്ടേഷൻ ഞാൻ വായിക്കാം. ഏപ്രിൽ 13, 1921. ഒരു പതാക എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനു വേണ്ടി മരിച്ചിട്ടുണ്ട്. ഇതൊരു തരം വിഗ്രഹാരാധനയാണ്. എന്നാൽ അതിനെ നശിപ്പിക്കുന്നത് പാപമായിരിക്കും. കാരണം ഒരു പതാക ഒരു ആദർശത്തെ, ആശയത്തെ പ്രതിനിധീകരിക്കുന്നു. യൂണിയൻ ജാക്കിന്റെ ഉയർത്തൽ, അതായത് ബ്രിട്ടീഷ് പതാകയുടെ ഉയർത്തൽ, ഇംഗ്ലീഷ് ഹൃദയങ്ങളിൽ അളവറ്റ ശക്തിയുള്ള വികാരങ്ങൾ ഉണർത്തുന്നു. സ്റ്റാർ ആൻഡ് സ്ട്രൈപ്സ് അമേരിക്കക്കാർക്ക് ഒരു ലോകം തന്നെയാണ്. നക്ഷത്രവും ചന്ദ്രക്കലയും ഇസ്ലാമിൽ ഏറ്റവും മികച്ച ധൈര്യം വിളിച്ചുണർത്തും. അതേപോലെ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, പാഴ്സികൾ, ഇന്ത്യയെ തങ്ങളുടെ വീടായി കാണുന്ന മറ്റെല്ലാവരും എന്നിവർക്ക് ഒരു പൊതുവായ പതാകയെ അംഗീകരിക്കേണ്ട ആവശ്യമാണ്. അതിനുവേണ്ടി ജീവിക്കാനും മരിക്കാനും നമ്മൾ തയ്യാറാകുകയും ചെയ്യണം. അല്ലെങ്കിൽ ജീവിക്കാനും മരിക്കാനും വേണ്ടി അങ്ങനെ ഒരു പതാക വേണം. ബസ്വാഡയിൽ ഞാൻ ശ്രീ വെങ്കയ്യയോട്, അതായത് പിങ്കാളി വെങ്കയ്യയോട് ഈ റെഡിഷ് ഓക്രെ, അതായത് ഈ സാഫ്രൻ അല്ലെങ്കിൽ കടുത്ത ചുമപ്പുള്ള ഒരു സാഫ്രൻ, കുങ്കുമ നിറം എന്നൊക്കെ നമ്മൾ പറയുന്നത്, പശ്ചാത്തലത്തിൽ പച്ച മുസ്ലിം നിറം, ഒരു ഹിന്ദു നിറവും ഒരു മുസ്ലിം നിറവും ഉള്ള പതാക വേണം എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ ചർക്കയുള്ള ഒരു രൂപകൽപ്പന നൽകാൻ ആവശ്യപ്പെട്ടു. പണ്ട് ഈ ചക്രമായിരുന്നില്ല, ചർക്കയായിരുന്നു. പിങ്കാളി വെങ്കയ്യയുടെ ആവേശഭരിതമായ മനോഭാവം മൂലം 3 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു പതാക ലഭിച്ചു. എന്നാൽ അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സമർപ്പിക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി. മഹാത്മാഗാന്ധി എപ്പോഴും പങ്ക്ച്വലാണ്, കൃത്യമായ സമയത്ത് എത്തുന്ന വ്യക്തിയാണ്. അന്ന് കുറച്ച് വൈകിപ്പോയി. അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഭയങ്കര രസകരമാണ് ഇത് വായിക്കേണ്ടത്, എക്സൈറ്റിംഗ് ആണ്. അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഈ വിഷയം മൗലാന മുഹമ്മദ് അലിയോട് പറഞ്ഞു. മുഹമ്മദ് അലിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചു ബസ്വാഡയിലെ സുഹൃത്തുക്കളുമായി ഇത് ചർച്ച ചെയ്യണമെന്നും. അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ പതാക ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ സമുദായങ്ങളെയും പ്രതിനിധീകരിക്കണമെന്ന് സമ്മതിച്ചു. അതിനാൽ മറ്റ് സമുദായങ്ങൾക്കുമായി, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കുമായി വെള്ള നിറം ചേർക്കണം. അതനുസരിച്ച് ശ്രീ വെങ്കയ്യ വെള്ള നിറവും ഉൾപ്പെടുത്തി മറ്റൊരു രൂപകൽപ്പന തയ്യാറാക്കി. ഇപ്പോൾ ഈ വിഷയത്തിൽ വർക്കിംഗ് കമ്മിറ്റിയുടെ സമയമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞാൻ ഈ വിഷയം വർക്കിംഗ് കമ്മിറ്റിക്ക് ഔപചാരികമായി അവതരിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം കാത്തിരിക്കും. അതിനിടയിൽ എല്ലാ ഇന്ത്യക്കാരോടും ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കാനും
എല്ലാ ഇന്ത്യക്കാർക്കും പൊതുവായൊരു പതാക എന്ന ആശയത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ വർക്കിംഗ് കമ്മിറ്റിക്ക് പരിഗണനയ്ക്കായി രൂപകൽപ്പന നിർദ്ദേശിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ഇതിന്റെ സത്യം. ഒന്ന് ആലോചിച്ച് നോക്കുക ഈ നാടിന്റെ മഹത്വം. അതായത് ഇത് മറ്റേ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഈ ക്രിസ്ത്യനും ബാക്കി എല്ലാ സമുദായങ്ങളെ കുറിച്ചുള്ള ആശയം വന്നത് മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന മുസ്ലിം സഹോദരന്റെ സജഷന്റെ ഫലമായിട്ടാണ് ഗാന്ധിജി ഇത് വരുന്നത്. ഇനി ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കണം. പലപ്പോഴും കോൺഗ്രസ്സുകാരടക്കം പറയാറുണ്ട്, കോൺഗ്രസ്സുകാർ പറയാറുണ്ട് ഇത് പറയണ്ട. എന്നോട് തന്നെ പല വേദികളിലും ചില കോൺഗ്രസ്സുകാർ പറയുന്നത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ആണെന്ന് പറയണ്ട. ക്ഷമിക്കണം, ബഹുമാനപ്പെട്ട കോൺഗ്രസ്സുകാരാ, ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാര്യങ്ങളിൽ ഒന്ന് കാവി പതാക മാറ്റി ത്രിവർണ പതാക ആക്കി എന്നുള്ളതാണ്. അതായത് 1930-കളിൽ 31, 32 ആണ്, ഓഗസ്റ്റ് 12 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് ഇതേപോലൊരു സമയത്ത് 10 വർഷത്തിന് ശേഷം ഇന്ത്യയുടെ കൊടി സാഫ്രൻ ഫ്ലാഗ്, ഒരു കാവി നിറമുള്ള പതാകയാക്കാൻ തീരുമാനിച്ചു. അതിന് അംഗീകാരം നൽകിയത് ഒരു 8 അംഗ കമ്മിറ്റിയാണ്. സാക്ഷാൽ സർദാർ പട്ടേൽ അംഗീകരിച്ചു, നെഹ്റുജി, ലെഫ്റ്റ് ലിബറലായ നെഹ്റുജി അംഗീകരിച്ചു, മുസ്ലിം പണ്ഡിതനും മുസ്ലിം നേതാവുമായ മൗലാന അബുൽ കലാം ആസാദ് അംഗീകരിച്ചു. ഇന്ത്യക്ക് ഒരു കാവി പതാക മാത്രം മതി, അതിലൊരു ചർക്കയും കൂടെ മതി. അതിനെ എതിർത്ത് തോൽപ്പിക്കുന്നത് ഗാന്ധിജി ഒറ്റയ്ക്കാണ്. ഗാന്ധിജി പറയുന്നത് അങ്ങനെയല്ല, നമുക്ക് ബഹുസ്വരത വേണം, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വേണം, ഏതെങ്കിലും ഒരു കളർ മാത്രം നമുക്ക് ചേരില്ല. ഈ സത്യം തിരിച്ചറിയാൻ നമുക്ക് അറിയുന്നില്ല. ഇത്രയേ ഉള്ളൂ ഇന്ത്യയുടെ മതേതരത്വം. മതസൗഹാർദ്ദമെന്നോ ബഹുസ്വരതയെന്നോ വിശ്വമാനവികതയെന്നോ എന്ത് കോപ്പ് വിളിച്ചാലും കുഴപ്പമില്ല. ഇത്ര സിമ്പിൾ ആണ് ഈ സാധനം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, അതായത് ഹിന്ദു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ഒരുപാട് ജാതികളും അതിൽ ഒരുപാട് അന്തർധാരകളും കാര്യങ്ങളും ഉണ്ട്. വെള്ള ക്രിസ്ത്യാനികളും ബാക്കി ന്യൂനപക്ഷങ്ങളും നമ്മുടെ ജൂതരടക്കമുള്ള ബാക്കി ന്യൂനപക്ഷങ്ങളുണ്ട്. അതേപോലെ പച്ചയുണ്ട്. ഇതാണ് ഇന്ത്യയുടെ ആത്മാവ്. ഈ കൊടിയാണ് ഇന്ത്യയുടെ അടിസ്ഥാനം. അത് മനസ്സിലാക്കണമെങ്കിൽ, ആ ബാലൻസ് വേണമെങ്കിൽ ഈ ഗാന്ധിജിയുടെ ദർശനം അറിയണം. ഇന്നാണ് ആ ദിവസം, നമ്മുടെ കൊടി വന്ന ദിവസം. ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ പ്ലസ് മുസ്ലിം, ഇതിനെ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല. അതാണ് നമ്മുടെ കൊടി, അതാണ് നമ്മുടെ ആശയം, അതാണ് നമ്മുടെ അടിസ്ഥാനം. അത് തിരിച്ചറിയാൻ നമുക്കാകട്ടെ. ആ തിരിച്ചറിവിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാൻ കഴിയൂ. ജയ് ഹിന്ദ്.